ഹായ്, എല്ലാവർക്കും പാൽക്കാരൻ ഡയറീസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ ടെക് ഫെയർ 2025 ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഐസ്ക്രീം പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണിത്. ഇതൊരു മെഷീൻസിൻ്റെ ഒരു കോംബോ സെറ്റാണ്. നമുക്ക് മിൽക്ക് പാസ്ചറൈസ് ആയിട്ട് അത് പാക്കറ്റിലായിട്ട് വരുന്ന എല്ലാ മെഷീൻസിൻ്റെയും ഒരു കോംബോ സെറ്റാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അത് അറൗണ്ട് ഒരു 9.5 ലക്ഷത്തിൻ്റെ അടുത്താണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന പാക്കറ്റ് പാലില്ലേ, അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മെഷീനിലൂടെ നമുക്ക് കിട്ടുക. പിന്നെ നെക്സ്റ്റ് വന്നിട്ടൊരു പ്ലാന്റാണ്, ഒരു ഐസ്ക്രീം പ്ലാന്റിൻ്റെ ഒരു ഡെമോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് അവർ അങ്ങനെ മുമ്പിൽ മെൻഷൻ ചെയ്തിട്ട് അത് കറക്റ്റ് ഓർഡറിൽ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഡെമോ അനുസരിച്ച് വരുന്നൊരു മെഷീനാണെങ്കിൽ അതിന് ഏകദേശം ഒരു 15 to 20 ലക്ഷത്തിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അതൊരു ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മറ്റ് സർവീസസാണ് അവരിങ്ങനെ അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയുടെ ഒരു ഐസ്ക്രീം പ്ലാന്റാണ്. ഒരു ബഡ്ജറ്റ് വരുന്നത് 14 to 15 ലാക്ക് വരുന്ന ബഡ്ജറ്റ് വരുന്ന പ്ലാന്റാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് മെഷീനാണ്. നമുക്ക് നെയ്യ് ഉൽപ്പാദനത്തിനും അല്ലെങ്കിൽ പാല് തിളപ്പിക്കാനൊക്കെ കോമൺലിയൊക്കെ യൂസ് ചെയ്യുന്നൊരു മെഷീനാണിത്. ഈ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മുടെ കറണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലും അത് പ്രവർത്തിക്കുന്നത് ഫങ്ഷനിങ് ചെയ്യുന്നത് ഗ്യാസിലൂടെയാണ്. ഈ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പോപ്പ് സ്റ്റിക്സ് ഉണ്ടാക്കുന്ന മെഷീനാണ്. $4 ലക്ഷം അടുത്താണ് ആ ഒരു മെഷീൻ്റെ ബഡ്ജറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പോപ്പ് സ്റ്റിക്സ് ആണ്. നമ്മൾ കുൽഫിയിലും മറ്റും യൂസ് ചെയ്യുന്ന ഈ പോപ്പ് സ്റ്റിക്സ് നമ്മളൊരു 20,000 ക്വാണ്ടിറ്റിയെങ്കിലും മിനിമം വാങ്ങിക്കണം. 30 പൈസ നിരക്കിലാണ് അവരത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏരിയയിൽ വരുന്നത് നട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഐസ്ക്രീമിൻ്റെ മുകളിൽ വിതറുന്ന നട്ട്സ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടീസ്, അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് ക്രഞ്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ അത് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ചുള്ള സ്റ്റോറേജ് ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ഒരു റൂമാണ്, അതായത് സ്റ്റോറേജ് ചെയ്യുന്ന ഒരു റൂം, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റൂം തന്നെ നമുക്ക് സ്റ്റോറേജിന് യൂസ് ചെയ്യുന്ന സെറ്റപ്പാണത്. അടുത്ത സെക്ഷൻ വരുന്നത് പാക്കിംഗ് ആണ്. പാക്ക് ചെയ്ത് സീലൊക്കെ പതിപ്പിച്ച് മാനുഫാക്ചറിങ് ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് അത് ഫൈനലായിട്ട് വരുന്നത്. ഷെൽഫിൽ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ 50 പൈസ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെഷീൻ വന്നിട്ട് നമുക്ക് കോർണറ്റിൻ്റെ പാക്കിങ് നമുക്ക് തന്നെ മാനുവലായിട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെഷീനാണിത്. പിന്നെ ഇപ്പോൾ കോർണറ്റിൻ്റെ വേഫറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത് നമുക്ക് ഒരു 30 മില്ലി ഐസ്ക്രീം കൊള്ളുന്ന വേഫർ 1.5 രൂപയ്ക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന ബക്കറ്റ് ഐസ്ക്രീംസ് 12 രൂപയ്ക്ക് വിത്ത് പ്രിൻറ്റിങ് അടക്കം നമുക്ക് 12 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. ഐസ് സ്റ്റിക്സ് പാക്ക് ചെയ്ത് വരുന്ന മെഷീനാണിത്. ഒരു 1.5 ലക്ഷം ബഡ്ജറ്റ് വരുന്ന മെഷീൻസാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് റെഫ്രിജറേറ്ററിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പം 14,000 രൂപയ്ക്കാണ് നമുക്ക് ഏറ്റവും ചെറിയ മോഡൽ കിട്ടുന്നത്. ഇതിൻ്റെ വേർട്ടിക്കൽ ടൈപ്പ് നമുക്ക് 6,000-7,000 റേഞ്ചിൽ നമുക്ക് ലഭിക്കും. കറണ്ടിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ചെറിയ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള റെഫ്രിജറേറ്ററാണ് ഈ സെക്ഷനിലുള്ളത്. ഒരു 4,500 രൂപ മുതൽ ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഈ എക്സ്പോയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ ഒരു സിംഗിൾ റൂമിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു സ്വയം തൊഴിൽ നേടിയെടുക്കാൻ ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കുമെന്ന വിവരവുമായിട്ടാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.